കഥ തുടങ്ങുന്നത് 1994 ഒരു ന്യൂ ഇയർ പാർട്ടിയിലാണ്. ടോണി സ്റ്റാർക്ക് തന്റെ ഗമയിൽ നടക്കുമ്പോൾ ആൽഡ്രിച്ച് കില്ലിയൻ എന്ന ശാസ്ത്രജ്ഞൻ താൻ ഉണ്ടാക്കിയ എയിം എന്ന കമ്പനിക്ക് ഫണ്ട് ചോദിച്ച് ടോണിയുടെ അടുത്തെത്തുന്നു. ടോണി അവനെ മുകളിൽ കാത്തിരിക്കാൻ പറഞ്ഞ് പറ്റിക്കുകയും ടാറ്റ പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. ആ രാത്രി തണുപ്പത്ത് കാത്തുനിന്ന് അപമാനിതയായ കില്ലിയന്റെ ഉള്ളിൽ കടുത്ത പ്രതികാര ബുദ്ധി ഉണരുന്നു. അതേ പാർട്ടിയിൽ വെച്ച് തന്നെ മനുഷ്യ ശരീരത്തിലെ കേടുപാടുകൾ സ്വയം തീർക്കാൻ ശേഷിയുള്ള എക്സ്ട്രീമിസ് എന്ന ടെക്നോളജി വികസിപ്പിച്ച മായ ഹാൻസൺ എന്ന ശാസ്ത്രജ്ഞയെ ടോണി പരിചയപ്പെടുന്നു. ന്യൂയോർക്കിലെ അവഞ്ചേഴ്സ് യുദ്ധത്തിന് ശേഷം ടോണി സ്റ്റാർക്കിന് കടുത്ത പാനിക് അറ്റാക്കുകളും ഉറക്കമില്ലായ്മകളും അനുഭവപ്പെടുന്നു. പേടി മാറ്റാൻ അവൻ രാപ്പകലില്ലാതെ പുതിയ പുതിയ അയൺമാൻ സ്യൂട്ടുകൾ ഉണ്ടാക്കിക്കൂട്ടുന്നു. അതിനിടയിൽ പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന മന്ദാരിൻ എന്ന കൊടും തീവ്രവാദി അമേരിക്കയിൽ പലയിടത്തും ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നു. ടോണിയുടെ സുഹൃത്തും സെക്യൂരിറ്റിയുമായ ഹാപ്പി ഹോഗനെ ഒരു സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നു. ദേഷ്യം വന്ന ടോണി മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്റെ വീടിന്റെ അഡ്രസ് തുറന്നു പറഞ്ഞ് മന്ദാരിനെ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുത്ത് മന്ദാരിന്റെ ഹെലികോപ്റ്ററുകൾ ടോണിയുടെ മലിബുവിലെ കൂറ്റൻ ബംഗ്ലാവ് റോക്കറ്റ് അടിച്ചു തകർക്കുന്നു. പെപ്പർ പോട്ട്സിനെ രക്ഷിക്കാൻ ടോണി തന്റെ പുതിയ സ്യൂട്ട് മാർക്ക് 42 അവളുടെ മേലേക്ക് അണിയിക്കുന്നു. വീട് കടലിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ടോണി രക്ഷപ്പെട്ട് ടെന്നസി എന്ന സ്ഥലത്ത് ചെളിയിൽ വീഴുന്നു. സ്യൂട്ടിന്റെ പവർ തീർത്ത അനാഥനായ ടോണിയെ ഹാർലി എന്ന കൊച്ചുമിടുക്കൻ പയ്യൻ സഹായിക്കുന്നു. അവിടെ വെച്ച് സ്ഫോടനങ്ങളെ കുറിച്ച് പഠിച്ച ടോണിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. ഇവയൊന്നും സാധാരണ ബോംബുകളല്ല, മറിച്ച് മനുഷ്യ ശരീരത്തിൽ എക്സ്ട്രീമിസ് കുത്തിവെക്കുമ്പോൾ ബോഡി അത് സ്വീകരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വൻ സ്ഫോടനങ്ങളാണ്. മന്ദാരന്റെ താവളം തപ്പിപ്പിടിച്ച് ടോണി അവിടെ എത്തുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നു. ടിവിയിൽ വന്ന് ലോകത്തെ ഭീഷണിപ്പെടുത്തിയിരുന്ന മന്ദാരൻ വൻ വില്ലനുമൊന്നുമല്ല, മറിച്ച് ട്രെവർ സ്ലാറ്ററി എന്ന വെറുമൊരു കോമാളി നാടക നടനാണ്. ഇതെല്ലാം പിന്നിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പണ്ട് ടോണി അപമാനിച്ച ആൽഡ്രിച്ച് കില്ലിയൻ ആയിരുന്നു. എക്സ്ട്രീമിസ് വൈറസ് ഉപയോഗിച്ച് സ്വന്തം ശരീരം വൻ തീപ്പൊരിയാക്കി മാറ്റിയ കില്ലിയൻ പെപ്പർ പോട്ട്സിനെ തട്ടിയെടുത്ത് അവളിൽ എക്സ്ട്രീമിസ് കുത്തിവെക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെയും പെപ്പറിനെയും രക്ഷിക്കാൻ ടോണിയും ജെയിംസ് റോഡ്സും എണ്ണക്കപ്പൽ ശാലയിലേക്ക് എത്തുന്നു. എതിരാളികൾ എക്സ്ട്രീമിസ്റ്റ് ശക്തിയുള്ള രാക്ഷസന്മാരെ കൊണ്ട് ടോണി തന്റെ രഹസ്യായുധം പുറത്തെടുക്കുന്നു. ഹൗസ് പാർട്ടി പ്രോട്ടോകോൾ. താൻ ഉണ്ടാക്കി വെച്ച 30-ലധികം വരുന്ന അയൺമാൻ സ്യൂട്ടുകളും ഓട്ടോമാറ്റിക്കായി പറന്നു വന്ന യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നു. യുദ്ധം നടക്കുന്നു. യുദ്ധത്തിനിടയിൽ പെപ്പർ തീയിലേക്ക് താഴേക്ക് വീഴുന്നു. ദേഷ്യം സഹിക്കാനാവാതെ ടോണി കില്ലിയനുമായി പോരാടുന്നു. കില്ലിയനെ മാർക്ക് 42 സൂട്ടിനുള്ളിലാക്കി സ്വയം പൊട്ടിത്തെറിപ്പിക്കുമെങ്കിലും കില്ലിയൻ ചാവില്ല. എന്നാൽ അപ്പോഴേക്ക് എക്സ്ട്രീമിസ്റ്റ് ശക്തിയാൽ ജീവനോടെ തിരിച്ചെത്തുന്ന പെപ്പർ പോട്ട്സ് കില്ലിയനെ തല്ലിച്ചതച്ച് വധിക്കുന്നു. അടുത്തതായി എൻഡിങ് നമുക്ക് കാണിക്കുന്നത് ടോണി പെപ്പറിന്റെ ശരീരത്തിലെ എക്സ്ട്രീമിസ്റ്റ് മാറ്റിയെടുക്കുന്നു. പെപ്പറിനോടുള്ള സ്നേഹം കാരണം തന്റെ എല്ലാ അയൺമാൻ സ്യൂട്ടുകളും ആകാശത്ത് വെച്ച് വെടിക്കെട്ട് പോലെ പൊട്ടിത്തെറിപ്പിച്ച് നശിപ്പിക്കുന്നു. ക്ലീൻ സ്ലാറ്റ് പ്രോട്ടോകോൾ. നെഞ്ചിൽ കിടന്ന ആർക്ക് റിയാക്ടറും ഷ്രാപ്നറുകളും സർജറിയിലൂടെ മാറ്റുന്നു. എന്ത് സംഭവിച്ചാലും സ്യൂട്ടുകൾ തകർന്നാലും താൻ തന്നെയാണ് അയൺമാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ടോണി സ്റ്റാർക്ക് സിനിമ അവസാനിപ്പിക്കുന്നു.